ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാണ്ടിക്കാട് കുഞ്ഞാന്റെ ലക്കി ഡ്രോ കോൺടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പൊ നാസർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി പാണ്ടിക്കാട് കുഞ്ഞാനെ വെച്ച് ചെയ്തേക്കുന്ന ഈ ഒരു ലക്കി ഡ്രോ കോൺടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വന്നുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഒരാളെ മാത്രമല്ല, 10,000-കണക്കിന് ആളുകളെ പറ്റിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ആ ഒരു കോൺടെസ്റ്റ് നടന്നുകൊണ്ടേയിരുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഒരു മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടിപ്പോൾ കുഞ്ഞാനൊന്നും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരായിട്ടുള്ള വി ഹിയറും അതുപോലെ ബിച്ചി സ്ട്രോക്ക് എന്ന് പറയുന്ന ഈ 2 യൂട്യൂബർമാരും കൂടിയിട്ട് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ ഫോൺ ചെയ്തിട്ട് അവർക്ക് തോന്നുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. ആ ഒരു വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പം വെച്ച് തരാം. പക്ഷെ അതിൽ തന്നെ കുറച്ചധികം കാര്യങ്ങൾ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ആ കാര്യങ്ങളും കൂടി ഒന്ന് നമുക്ക് പരിശോധിക്കാം. കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ശരിക്കും പറഞ്ഞ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാക്കുക. ഞാൻ കാര്യമായിട്ട് ചോദിക്കാം. കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കേസ് കൊടുത്തൂടെ? നിങ്ങളുടെ ഭാഗമെങ്കിൽ പിന്നെ ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചൂടെ? അങ്ങനെ സത്യം ഉണ്ടെങ്കിൽ ചെയ്യാത്തത് ഇത് ഇന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല, ഒരു ഇതില്ല. കാരണം ഞാൻ എന്റെ പേരില് വീഡിയോസിലെ എന്റെ പേരില് ഇത് പിന്നെ വിവാദമാക്കിയവരുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ പേരിലും പിന്നെ ഇപ്പൊ എന്റെ പേരിൽ ആരൊക്കെ വീടിട്ടുണ്ട്. കാരണം അത്രയും നമ്മളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ അതായത് അവരുടെ പേരിൽ ഞാൻ തന്നെ കേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ചോദിക്കുന്നത് അതല്ല. നമ്മൾ വിളിച്ചിട്ട് വിഷയം ഉണ്ടാക്കാനോ എടുക്കാനോ വിളിച്ചല്ല. പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നുള്ളൂ. പക്ഷെ ഈ വീഡിയോ ചെയ്ത ആൾക്കാരുടെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ട് അതിനകത്തൊന്നും വരാൻ പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ കേസ് എടുക്കാൻ പോകുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ചെയ്തത് ഒരു തട്ടിപ്പല്ല, ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുക. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ആയിട്ടുള്ള തെളിവുകളോ എവിഡൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യുക. വീഡിയോ ചെയ്തവരുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ. കുഞ്ഞാനെതിരെ വീഡിയോ ചെയ്തേക്കുന്ന യൂട്യൂബേഴ്സിന്റെ ഒക്കെ പേരിൽ കേസ് ഫയൽ ചെയ്യുന്ന പറയുന്നത്. അപ്പൊ കേസ് ഫയൽ ചെയ്യുമ്പോൾ 1-2 ആളുകളൊന്നുമല്ല, ഒട്ടനവധി ആളുകൾ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ ഒരാളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഒട്ടനവധി പേരെയാണ് ഇപ്പോൾ ചതിച്ചിട്ടുള്ളത്. ഇവരെത്രയൊക്കെ വെള്ളപൂഷിട്ട് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവർക്ക് തന്നെ അറിയാം ഇതാരും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ ഒന്നിക്ക് കറക്റ്റായിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരിക, അത് തരുന്നില്ല. അല്ലെങ്കിൽ അത് പോട്ടെ, ഇവരതിലൊരു തെറ്റും ചെയ്തിട്ടില്ല, മായമൊന്നും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വീണ്ടും അത് നറുക്കെടുപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? വീണ്ടും ഒരു നറുക്കെടുപ്പ് അത് സാധ്യമാകുമോ? നാസർക്ക് ഇപ്പം അത് ചെയ്യുമോ? കാരണം ഇപ്പം ഇതിൽ നാസർക്ക എന്നുള്ള പേരല്ല വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതലും കുഞ്ഞാൻ്റെ ലക്കി ഡ്രോ കോൺടെസ്റ്റ് എന്നാണ് വന്നിട്ടുള്ളത്. കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയധികം ആളുകൾ കുഞ്ഞൻ പാണ്ടിക്കാടിനെ അറിയുന്നവരുണ്ട്. കുഞ്ഞൻ പാണ്ടിക്കാട് ഒരു വീഡിയോ ചെയ്തതിനാൽ നല്ല രീതിയിൽ തന്നെ അത് റീച്ചാവും, മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടും എന്ന് വിചാരിച്ച് തന്നെയാണ് ഇദ്ദേഹത്തെ കൊണ്ടിപ്പോൾ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഒരു ഫെയിമൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊരിക്കലും കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് തലയൂരി പോരാൻ വേണ്ടിയിട്ട് അത്ര പെട്ടെന്നൊന്നും ആവില്ല. പിന്നെ ആ ഒരു നെറുക്കെടുപ്പിന്റെ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇതിലെന്തോ ഉടായ്പുണ്ട് എന്നുള്ളത്. തലയിൽ ആൾതാമസമുള്ള എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇത് ഉടായ്പ് തന്നെയാണെന്നുള്ളത്. അല്ലെങ്കിൽ വീണ്ടും നെറുക്കെടുപ്പ് സംഘടിപ്പിക്കാം. അതിന് കഴിയുമെങ്കിൽ ഇപ്പോൾ ഈ വന്നേക്കുന്ന നാണക്കേടുന്ന് കുറച്ചെങ്കിലും തടി ഉരാൻ വേണ്ടിയിട്ടാവും. അല്ലാതിരുന്നു കഴിഞ്ഞാൽ കേസും കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് നടക്കാനേ ടൈം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിപ്പോൾ ലീഗലായിട്ടുള്ള ഒരു കാര്യവുമല്ല, ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ് ഇപ്പം നിങ്ങൾ ചെയ്തേക്കുന്നുള്ള കാര്യം നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് സത്യാവസ്ഥ തെളിയിക്കാനുള്ളതും കടമയും നിങ്ങൾക്കുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ കുടുങ്ങാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങളുള്ള വ്യക്തിവൈരാഗ്യമോ പൂർവ്വവൈരാഗ്യമോ കൊണ്ടൊന്നുമല്ല. നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരാൾക്കും അറിയില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകൾക്ക് നിങ്ങളെ അറിയില്ല. പക്ഷെ നിങ്ങൾ ചെയ്തേക്കുന്നതിൽ എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇപ്പൊ ബാക്കിയുള്ളവരുടെ പേരിൽ കേസ് കൊടുക്കാൻ പോകുന്ന ടൈമിൽ ഒരു കാര്യം കൂടി ചിന്തിച്ചോ. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് സ്പ്രെഡ് ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇത് ഒരുപാട് ലോയേഴ്സിന്റെ കയ്യിലും എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇതൊന്ന് ചികഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും എത്ര വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തേക്കുന്നുള്ള കാര്യം.
അത് വെച്ച് അവർക്ക് കേസെടുക്കാം. അതുമല്ലെങ്കിൽ ഈ ഒരു കാര്യം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് തന്നെ സ്വമേധയാ കേസെടുക്കാനുള്ളൊരു വകുപ്പും കൂടിയുണ്ട്. കാരണം ഗവൺമെന്റിലേക്കൊക്കെ അത്രയധികം ടാക്സും കാര്യങ്ങളൊക്കെ വരേണ്ട സംഭവമാണ് നിങ്ങൾ പൂഴ്ത്താൻ വേണ്ടി ശ്രമിച്ചത്. ഇതിൽ ഒരു കള്ളത്തരം മണത്തത് കൊണ്ട് മാത്രം പല ആളുകളും വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു. അതിപ്പോൾ കംപ്ലീറ്റ് ആളി കത്തിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം ഈ നിൽക്കുന്ന ജനങ്ങളെ കംപ്ലീറ്റ് നിങ്ങളെ വിശ്വസിച്ചിട്ട് ഈ കൂപ്പൺ എടുത്തിട്ട് 1000 രൂപയുടെ കൂപ്പണാണ്, അതെടുത്തിട്ട് ഈ നാസർക്കയെ സഹായിക്കാൻ അയക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ ഒരു വീടോ അല്ലെങ്കിൽ വണ്ടിയോ എന്തെങ്കിലും ഒന്ന് അടിക്കുമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോൾ ആ കൂപ്പൺ ഒരു കടലാസായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കടലാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും വിയർപ്പൊഴുക്കിയിട്ട് സമ്പാദിച്ചേക്കുന്ന ആ ഒരു തുകയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിന്റെ വില ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കും, 1000 രൂപന്റെ വിലയൊന്നും. അത് നന്നായിട്ട് അറിയുന്ന വ്യക്തികളുണ്ട്. അവരൊക്കെ തന്നെ മുൻകൈ എടുത്തിട്ട് ഒരു കേസ് ഫയൽ ചെയ്താൽ കുടുങ്ങാൻ വേണ്ടി പോകുന്നത് നിങ്ങളടക്കം തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ തന്നെയാണ് പരസ്യങ്ങൾ ഇതിൻ്റെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നെറുക്കെടുപ്പിൽ വിജയിയെ 1ാം സമ്മാന ജേതാവിനെ തിരഞ്ഞെടുത്തതും നിങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒന്നും തടി ഉരാൻ വേണ്ടിയിട്ട് ആവില്ല. ബിച്ചു എന്ന് പറയുന്ന യൂട്യൂബറും കറക്റ്റായിട്ട് അദ്ദേഹത്തിന് തോന്നിയേക്കുന്ന ഒരു ഡൗട്ട്, അദ്ദേഹത്തിന് മാത്രമല്ല കണ്ടുവന്ന പല ആളുകൾക്കും തോന്നുന്ന ഒരു ഡൗട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് കുഞ്ഞാനോട്. അതിന്റെ ഉത്തരം എന്താണ് അദ്ദേഹം പറയുന്നുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്കുണ്ടായ 3-4 ഡൗട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഈ മുഹമ്മദ് ഷാഫി വയനാടെന്ന് പറയുന്ന പുള്ളി ഒരു ചാനലിനകത്തുനിന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു 3 മിനിറ്റ് വീഡിയോ. ആ വീഡിയോക്കകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കണക്ക് വാല്യൂ ഇല്ല, 30 ലക്ഷം രൂപയുള്ള ആ വീടിന്റെ വില. അപ്പം ടോട്ടൽ നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടായിരുന്നു 8329 ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലേ? അപ്പൊ ഞാൻ കണ്ടത്. അപ്പൊ അതിനകത്ത് അപ്പൊ എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് 83,29,000 രൂപ പിരിവ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ജിമിനിയുടെ വിലയും 4 ഗോൾഡ് കോയിനും ആക്റ്റീവ ബുള്ളറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു 20 ലക്ഷം രൂപ. പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ ആകുമ്പോൾ 50. അപ്പൊ അതിനകത്ത് ബാക്കി മിച്ചം വരത്തില്ലേ? എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്, മിച്ചം വരത്തില്ലേ? അപ്പം അതിന്റെ കണക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇയാളെ കടം വീടിയിട്ടില്ല. കടം വീട്ടിയിട്ടില്ല? ഇല്ല, ഇയാളെ കടം വീടിയിട്ടില്ല. കാരണം ഇയാൾക്ക് 1.5 കോടി ഒട്ടും ഇയാൾക്ക് കടലുള്ളത്. അല്ല, ഇയാള് പറഞ്ഞത് 1.5 കോടിയാണ് പുള്ളിയുടെ കടം എന്ന് പറയുന്നത്. 1.5 കോടിയാണ് ഇയാൾ എന്നോട് പറഞ്ഞത്. കാരണം ഞാൻ ഇവർക്കൊക്കെ വിളിച്ച റെക്കോർഡും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ കയ്യിലുണ്ട്. ഉണ്ട്. അല്ല, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്കെതിരെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ. അത് പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് ചെയ്തപ്പോൾ തോന്നിയ 2-3 ഡൗട്ടായി ഈ കാര്യങ്ങള്. ഈ ഡൗട്ടിനകത്ത് നിങ്ങൾ അപ്പൊ അവരുടെ കയ്യിൽ ഇരുന്ന ഒരു പ്രോപ്പർട്ടിക്ക് ഇത്രയും റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് 1.5 കോടി രൂപ കിട്ടാനായിട്ട് അപ്പൊ നമ്മൾ അവരുടെ കൂടെ അത് കൂട്ട് നിൽക്കുമല്ലേ? അതിനകത്ത് എന്തെങ്കിലും ഉണ്ട്? ഇപ്പൊ ഇക്ക ഫേസ്ബുക്കിലൊക്കെ നല്ല റീച്ച് ഉള്ള ഒരു വ്യക്തിയാണ്. അവർ ടിക്കറ്റ് പോയത് 80% നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ആയിരിക്കും. അല്ലാതെ ഇപ്പൊ KL ബ്രോ ചെയ്തെന്ന് പറഞ്ഞാലും മുകേഷ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന അത്ര ഇമ്പാക്ട്, നിങ്ങൾ ഇത്ര ജനങ്ങൾക്കിടയിലേക്ക് സംസാരിക്കുന്ന ഒരു രീതി ഒന്നും വെച്ചിട്ട് ആ ഒരു രീതി തന്നെ ഇത് പോയിട്ടുള്ളത്. അപ്പം ആ ഒരു ഇപ്പൊ ഞാൻ വിൽക്കുന്ന ഒരു സാധനത്തിന് 10 രൂപ വില ഉള്ളെങ്കിൽ ഞാനത് 30 രൂപയ്ക്ക് വിൽക്കുമ്പോഴത്തേക്കിന് അത് ബുദ്ധിമുട്ടല്ലേ? നമ്മളിപ്പോ ഞാനത് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതില് ഞാൻ മാത്രമല്ല വീഡിയോ ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ആരൊക്കെ ചെയ്തിട്ടുണ്ട്, അറിയാം. 3-4 പേര് വിഷയം വന്നപ്പോൾ നിങ്ങളുടെ മണ്ടയിലാണ് വന്നത്. ഏറ്റവും മണ്ടയിൽ നിങ്ങൾ കാണിച്ചത് ആ ഞറക്കെടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവിടെയുള്ള ആരെങ്കിലും പൊന്നാര സുഹൃത്തെ, ഇത് അത്രയും ആൾക്കാരടിയിൽ നിന്ന് നമ്മളോട് ഇവര് നറുക്കെടുക്കാൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാണ്? അതെ. അല്ല, എടുക്കുന്നത് സൈഡിലോട്ട് പോയപ്പോഴത്തേക്ക് ആ സൈഡ് പോവാൻ ഞാൻ എന്റെ ലൈഫില് ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല. ഞാൻ ഈ കുറി കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ ആകെ ചെയ്തു പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ. കാരണം ഇതുവരെ നമ്മൾ നറുക്കെടുപ്പ് എന്തായാലും നമുക്ക് അറിയാത്ത ഒരാളാണ് ഞാൻ. ഇതിന്റെ പേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് ഇവരിനോട് പറഞ്ഞു, പിന്നെ ആദ്യം ഇവര് ഒന്ന് പൈസ മറിച്ചിക്കണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ എടുക്കണം കേട്ടോ പറഞ്ഞു. നിങ്ങൾ എടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റ് ആണ്, നിങ്ങളല്ല പിന്നെ വേറെ ആരും എടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. എനിക്കറിയാം. കാരണം ഞാൻ ഇത് മെയിൻ ഞാൻ പറഞ്ഞ ഇത് മെയിൻ എന്താണ്, മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയാവുന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നമ്മള് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ജനങ്ങള്. ഞാൻ ഇപ്പൊ ഈ വീഡിയോ പിന്നെ പോലീസ് എന്നെ വിളിച്ചിരുന്നു, ഞാൻ അത് കാട്ടിക്കൊടുത്തു. ഇതാണ് എന്റെ വീഡിയോ. ഇതാണ് എന്റെ വീഡിയോ. ഞാൻ ലൈവ് എടുത്തു, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എന്നോട് ഇങ്ങനെ ഇങ്ങനെ പേരില് പരാതി വന്നിട്ടുണ്ട്. എന്താണ് വേണ്ടത്? ഇതാണ് എന്റെ വീഡിയോ. അപ്പൊ 100-300 ജനങ്ങളെ മുന്നില്, അതും കൊടുക്കുന്ന പറഞ്ഞൊരു നാട്ടില് ജനങ്ങളൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു. ഞാൻ കണ്ടു. അവിടെ അല്ലടാ, അത് പെരന്റെ ഹാളാണത്. അത് പെരന്റെ ഹാളാണ്. കാരണം 4 ദിവസമായിട്ടാണ് മഴയാണ്.
4 ദിവസമായിട്ട് അവിടെ പെരും മഴയാണ്. കാരണം പെരും മഴയും കാറ്റും അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം. അങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ഓരോ പേരുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി വെക്കാനുള്ള പരിപാടിയായിരുന്നു. കറണ്ട് എന്ന് പറഞ്ഞ സാധനമല്ല. കാരണം നമ്മൾ ലൈവ് ഇട്ടപ്പോ അവിടെ കറണ്ട് പോയത് വരെ ഈ വീഡിയോ ഉണ്ടാവും. കാരണം അവിടെ ജനറേറ്റർ കൊടുങ്ങാണ്ടാണ് ഇത് ഇതാക്കിയിരിക്കുന്നത് വെച്ചിരിക്കുന്നത്. ഈ ജനറേറ്ററിന് ഇടക്കിടക്ക് ഓഫ് ആവും. ഒരു 4 ദിവസമായിട്ട് ആ ഭാഗത്ത് കറണ്ട് ഇല്ല. അങ്ങനെ ഈ പെരന്റെ പിന്നെ ഉള്ളിൽ വെച്ചാണ് ഹാളിൽ വെച്ചുകൊണ്ടാണ് നമ്മള് സിറ്റ് ഔട്ടിൽ വെച്ചുകൊണ്ടാണ് ഇത് ഇതാക്കിയത്. ഇത് അത് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഒരു മെയിൻ ഒരു ആളായിട്ട് എല്ലാവരും കാണാനുള്ള കാരണം ഒന്ന് ഈ ഞറക്കെടുത്തതിനകത്ത്, അതായത് നിങ്ങൾ കൈയിട്ടെടുക്കുന്നതിനകത്ത് പറ്റിയൊരു മിസ്റ്റേക്കാ. 2 സാധനം ഇല്ലെങ്കിൽ ഇത് ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. അത് മാത്രമല്ല ഞാൻ എടുത്തിട്ടില്ല കൂട്ടിപ്പോയി. ഇതൊന്നൊരു വിഷയം ഉണ്ടാവില്ല. ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇപ്പൊ അതിനകത്ത് നിന്ന് ഇത്രയും താന്നിട്ടിട്ട് സാധനം എടുക്കുന്നത്. രണ്ടാമത് ഈ ജിമ്മിയുടെ എടുക്കാനായിട്ടുള്ള മറ്റേ പുള്ളിക്കാരനും ഇതുപോലെ രീതിയിലാണ് എടുക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഒരേ രീതിയിലാണ്. അതിനുശേഷം ബുള്ളറ്റ് എടുക്കുന്ന ആള് മോളിൽ നിന്ന് എടുക്കുന്നത്. അതിനുശേഷം 4ാമത് ആക്റ്റീവ എടുക്കാനായിട്ട് ഇടുന്ന ആള് അടിയിലേക്ക് കൈ ഇടുമ്പോഴത്തേക്കിന് തൊട്ടടുത്തിരിക്കുന്ന ആൾ അടിയിലൊക്കെ കൈ ഇടണ്ടെന്ന് പറഞ്ഞ് കയ്യിൽ തട്ടി മാറ്റും. ലൈവ് ഒന്നുകൂടെ നോക്കിയാൽ മതി. കയ്യിൽ തട്ടി മാറ്റും. അടിയിൽ കൈ ഇടണ്ടെന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി. ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിടയിലേക്ക് സംശയം വരുന്നൊരു കാര്യം. അപ്പം രണ്ടുപേരും അടിയിലേക്ക് കൈയിട്ട് ബാക്കിയുള്ളവർ അടിയിലേക്ക് കൈ ഇടുന്നില്ല. പിന്നെ അതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേന് ഏറ്റവും മുകളിലിട്ടാണ് മിക്സ് ചെയ്യുന്നത്. താഴേക്കൊക്കെ കൈ പോകുന്നില്ല. ഇപ്പൊ മുകളിലോട്ട് മിക്സ് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബിരിയാണി എടുക്കുമ്പോഴത്തേന് മുകളിൽ മിക്സ് ചെയ്ത് ആ മിക്സ് ആയിരുന്നു നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമ്മൾ മുകളിൽ മിക്സ് ചെയ്തിട്ട് ഏറ്റവും അടിയിലേക്ക് പോയിട്ടാണ് ഒരു സാധനം എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള നമുക്ക് തോന്നുന്ന ഡൗട്ട്സാ. പിന്നെ ഈ പറഞ്ഞാൽ നമുക്ക് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ സംഭവം ഇവർ മറച്ചു വെച്ച കാര്യവും, സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ അളിയനാണ് അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് ടീ ഷർട്ട് ഇട്ട് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് പിന്നെയും കൂടുതലല്ലേ? അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇക്കൊക്കെ അറിയായിരുന്നു ഈ സംഭവം. ഇവർക്ക് രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നെന്നും ഇവരല്ലേ ഇവരുടെ ഫാമിലി ആയിരുന്നെന്നും മകന്റെ കൂട്ടുകാരനാണ് ഇത് അടിച്ചതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഇത് എനിക്ക് അറിയുന്നല്ല. കാരണം ഇവര് ബന്ധമുണ്ട്, ഇവര് പിന്നെ കുടുംബക്കാരാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് കിട്ടിയിട്ട് ഈ അടിച്ച ടീമുണ്ടല്ലോ, ഈ അടിച്ച ടീമിനെ തന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോ കുഞ്ഞമ്പാണ്ടിക്കട നന്നായിട്ട് തന്നെ അവരുടെ ഭാഗം പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ പൊതുവായിട്ടുള്ള മനുഷ്യന് സംഭവിച്ചേക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് തോന്നും. ഇനി അത് മിസ്റ്റേക്കാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിക്ക് പറഞ്ഞതാണോ എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഇപ്പോൾ വിളിച്ചേക്കുന്ന യൂട്യൂബർമാർ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്താണോ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് എന്താണ് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം അവർ കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി കുഞ്ഞൻ പറഞ്ഞത് എന്തായാലും തൃപ്തികരമല്ല, തീരെ തൃപ്തികരമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു കാര്യത്തിലുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇതുപോലെ പറയലും അല്ലെങ്കിൽ കേസും കാര്യമായിട്ട് മുന്നോട്ട് പോക്കുക അങ്ങനത്തെ സംഭവത്തിനേക്കാൾ ഉപരി ഇപ്പോൾ ഈ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ അടിച്ച ആളുകൾ, ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അടിച്ച ആളുകൾ കുടുംബക്കാരാണ്, അല്ലെങ്കിൽ പരസ്പരം അറിയാവുന്ന ആളുകളാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ കൂടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു കാര്യം എത്തുന്ന ടൈമിൽ എല്ലാവർക്കും അതൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം എല്ലാവരുടെയും നഷ്ടപ്പെട്ടിരിക്കുന്നത് പണം തന്നെയാണ്. ഇപ്പം ഇവരെന്ത് ചെയ്യാൻ മുൻകൈ എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യാൻ ആ ഒരു നറുക്കെടുപ്പ് നടത്തുക, അത് മാത്രമേ ഉള്ളൂ പ്രതിവിധി എന്ന് പറയുന്നത്. അല്ലാതിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ള ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ ചെയ്യുന്നത്. ജനങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് ഇതുപോലുള്ള കോൺടെസ്റ്റിലൊക്കെ പങ്കെടുക്കുക, അതിൽ അവരെ നല്ല ഈസി ആക്കിയിട്ട് പൊട്ടന്മാരാക്കിയിട്ടാണ് മറ്റുള്ളവർ മാറുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള തിരിച്ചടി തീർച്ചയായും കിട്ടിയേ പറ്റുകയുള്ളൂ. ഇനി ഒരു കള്ളത്തിൽ ഇവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് നെറുക്കെടുപ്പ് വീണ്ടും നടത്താൻ വേണ്ടി പറ്റുന്നില്ല? ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവരെല്ലാവരും അറിയാവുന്ന ആളുകളാണ്, ഉള്ള ആളുകൾ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് അടിക്കുമെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ കുഞ്ഞമ്പാണ്ടിക്കാട് ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ടൈമിലുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, പൊതുവേ ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുന്ന ആൾക്കാർക്ക് തന്നെ മുഖത്ത് നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നുമില്ല, മുൻകൂട്ടി അവർക്ക് അറിയാം ഇന്ന ആളുകൾക്ക് ഇത് അടിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. ജനങ്ങൾ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരെയും ഒരുപോലെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളൊരു വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങ് പൂഴ്ത്തി വെച്ചേക്കുന്നേ പറയാനുള്ളൂ. കാരണം മനുഷ്യന്മാരൊക്കെ ചോറ് നിന്ന് കഴിയുന്ന ആളുകളാണ്. എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കാരണം അദ്ദേഹത്തിന്റെ പേരിന് തന്നെ ഇപ്പോൾ കോട്ടം തട്ടിയിട്ടില്ല, വേറൊരാളെ പേരിന് കോട്ടം തട്ടിയിട്ടില്ല. പിന്നെ അസർക്ക എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? ഒന്നുമില്ല. ഇപ്പോൾ കുഞ്ഞമ്പാണ്ടിക്കാട് തന്നെയാണ് ഇതിനൊരു മറുമരുന്ന് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസേഴ്സിന്റെ അസോസിയേഷൻ വരെ പുറത്താക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടീസും കാര്യങ്ങളൊക്കെ
സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് യൂട്യൂബർമാരോ ഇൻഫ്ലുവൻസേഴ്സോ മറ്റോ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഇതില് കുഞ്ഞമ്പാണ്ടിക്കാട് തെറ്റുകാരനല്ലെങ്കിൽ അത് തെളിയിക്കേണ്ടത് കുഞ്ഞമ്പാണ്ടിക്കാടിന് തന്നെയുണ്ട്. അല്ലാതിരുന്നിട്ട് വായ് വർത്താനം മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല.